ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ചേരുകയാണ്. തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയ്ക്ക് നേരെ അമേരിക്കയുടെ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം, അവിടുത്തെ പ്രസിഡന്റിനെ നിക്കോളാസ് മഡ്യൂറോയെ നാട് കടത്തിയെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പിടിച്ചിരിക്കുന്നു, അവരെയും നാട് കടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, സമീപകാല ലോക രാഷ്ട്രീയത്തിൽ സാധാരണ നിലയിൽ കേട്ടുകേൾവിയില്ലാത്ത ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെനീസുലക്ക് നേരെ അവിടെ നിലവിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മദൂരോയെയും അതുപോലെ തന്നെ ഭാര്യയെയും നാട് കടത്തിയിരിക്കുന്നു എന്നാണ് ട്രംപ് തന്നെ ഇപ്പൊ പറയുന്നത്. ഇന്നലെ മുതലേ ആരംഭിച്ചിട്ടുള്ള യുദ്ധം പറയാൻ സാധിക്കില്ല, ഏകപക്ഷീയമായ കടന്നാക്രമം. അവിടെ ചെറിയ കപ്പലുകളും വലിയ കപ്പലുകളും ഒക്കെ തകർക്കുക, അതുപോലെ തന്നെ കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക, എന്നിട്ട് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ ഭാര്യയെയും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുക. ഇതെല്ലാം കേട്ടുകേൾവിയില്ലാതെ രീതിയിലുള്ള സംഭവ പരമ്പരകളുടെ ഭാഗമായിട്ടാണ്. സാമ്പ്രദായത്വത്തിന് സമ്പത്ത് കൈയടക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഇത് എന്ന് കാണാൻ കഴിയും. അവിടെ എണ്ണ സമ്പത്തിന്റെ കലവറയാണ് വെനസ്വേല. ആ വെനസ്വേലിയൻ ജനതക്കെതിരെ നടക്കുന്ന ഈ കടന്നാക്രമത്തെ അതിന്റെ സ്വന്തം പ്രസിഡന്റ് മദൂറോയോ അതുപോലെ തന്നെ ഭാര്യയോ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തുകൊണ്ട് ഒരു ജനതയുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനാവുമെന്ന് സാമ്പ്രദായത്വം മോഹിക്കേണ്ടതില്ല എന്നാണ് ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തിയുടെ ആഗ്രഹം. ഇതിനെതിരായി അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ ഇന്നും നാളെയും CPIMന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ലോക്കലുകളിലും വലിയ സാമ്പ്രദായിക വിരുദ്ധ പ്രകടനങ്ങൾ, പൊതുയോഗങ്ങൾ ഒക്കെ സംഘടിപ്പിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ മുമ്പിൽ നടന്ന ഏറ്റവും കടുത്ത രീതിയിലുള്ള സാമ്രാജ്യത്വത്തിന്റെ അങ്ങേയറ്റത്തെ ഫാസിസ്റ്റ് രീതിയിലുള്ള കടന്നാക്രമമാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോവുക, ഒരു രാജ്യത്തിന് നേരെ ഏകപക്ഷീയമായ രീതിയിലുള്ള കടന്നാക്രമണം നടത്തുക, അമേരിക്ക പോലുള്ള ഒരു സാമ്രാജ്യത്വ രാജ്യം അതിന്റെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി, അതുവഴി ലോകത്തെ കീഴടക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണിത്. ഇതിനെ ജനാധിപത്യ സമൂഹം, ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ സമൂഹം അതിശക്തിയായിട്ട് പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ആ പ്രതിഷേധം ഇന്നു മുതൽ ശക്തിയായ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് വരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ പാർട്ടി സഖാക്കളും പാർട്ടി മെമ്പർമാരും പാർട്ടി ഘടകങ്ങളും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ അണിചേരണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഒരു കാര്യം കൂടി, നമുക്കറിയാം ഈ കഴിഞ്ഞ നൊബേൽ സമ്മാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആ സമ്മാനം അടിച്ചെടുക്കാൻ വലിയ തോതിൽ പരിശ്രമിച്ച ആളാണ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇടപെടുന്നു, റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഇടപെടുന്നു, ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളിൽ ഇടപെടുന്നു. താൻ ആകെ സമാധാനത്തിൻ്റെ വക്താവാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിയ ആളാണ്. ഒരു ദിവസം രാത്രി കൊണ്ട് ഒരു രാജ്യത്ത് കടന്നു കയറി ബോംബിട്ട് അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം കാപട്യമാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ളത്. സാമ്രാജ്യത്തിന്റെ രണ്ട് മുഖമാണ് നമ്മൾ കാണുന്നത്. സമാധാനത്തിന്റെ പേരിൽ അതും യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക, അതും അവരുടെ താല്പര്യം തന്നെയാണ്. ഒപ്പം പരസ്യമായ രീതിയിൽ ഒരു മറയുമില്ലാതെ സാമ്രാജ്യത്വം സമ്പത്ത് കൈയടക്കുന്നതിന് വേണ്ടിയിട്ട് കടന്നാക്രമിക്കുക. ഇതാണ് വെനസ്വേലയെ കാട്ടിയിട്ടുള്ളത്. വെനസ്വേല ഏറ്റവും പ്രധാനമായിട്ട് അവിടെ എണ്ണയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത്. ആ എണ്ണ ഖനികൾ കൃത്യമായിട്ട് ദേശവൽക്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ മേലെയാണ് അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ട്രംപ് ഇടപെട്ടിരിക്കുന്നത്. ഇത് അതിശക്തിയായ രീതിയിൽ ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികൾ പ്രതിഷേധിക്കണം എന്നതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. നന്ദി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചതിന്.